ഹലോ ഗെയ്സ്, ഞാനിവിടെ പുറത്ത് പോവുകയാണ്. പതുക്കെ നടന്ന് ബ്ലോക്കിലോട്ട് പോവുകയാണ്. ഒന്ന് ക്ഷേത്ര ദർശനം ചെയ്യണം, ഒന്ന് മാർക്കറ്റിൽ പോകണം, പിന്നെ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. ഇനി കമ്മലാണ് കേട്ടോ ഗെയ്സിൽ മൂക്കുത്തിയായിട്ട് ഞാൻ ഇടാറുണ്ട്. രണ്ട് കാലിലും അത് കമ്മലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പതുക്കെ എൻ്റെ ഏരിയയിൽ കൂടെ നടന്ന് വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഹോസ്റ്റൽ ഫ്ലാറ്റൊക്കെ കൂടെ ഉള്ള സ്ഥലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലേഡീസ് ലോഡ്ജാണ് ഈ പച്ച കാണുന്നത് കേട്ടോ. ലേഡീസ് ലോഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ എറണാകുളം. അപ്പം ഞാനിത് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 3 അമ്പല ദർശനമുണ്ട്. ഒന്ന് ഹനുമാൻ, ഒന്ന് മുരുകൻ, ഒന്ന് ശിവൻ. ഒരു 3 പേരാണ് ഇവിടെ ഉള്ളത്. ഒരു സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് മേടിക്കാമല്ലോ. കുറേ ഫാൻസി സാധനങ്ങൾ, അതായത് ശിവൻ്റെ പ്രതിമ, ശിവൻ്റെ ഏതൊക്കെയോ കുറച്ച് സാധനങ്ങൾ, ചപ്പ് ചവറുകൾ. പക്ഷെ പറ്റിപ്പാണ് കേട്ടോ, ഫുള്ള് പറ്റിപ്പ്. ആ ബുക്ക് സ്റ്റോർ ഇരിക്കുന്നത് ഇവൻ്റെ അച്ഛനാണ്, ഇവൻ മകൻ. എന്ത് കൈകൊണ്ട് തൊട്ടാലും ഭയങ്കര വിലയാണ്. മാലയുടെ വില തന്നെ അവൻ 500. അതിന്റെ ഒറിജിനലാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റാ? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ജപത്തിന് വേണ്ടി യൂസ് ചെയ്യണം. ക്വാളിറ്റി ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേറെ. ഇത് വെള്ളച്ചന്ദനോ? ഇത് അല്ലല്ല, അത് ചന്ദനം എന്ന് പറയും. പക്ഷെ നമ്മുടെ മോഡലല്ല, അത് ഇവിടുത്തെ അല്ല. ഇതെന്ത് മലയാ? കരിങ്ങാലി. ഒറിജിനൽ എവിടെ? ഏതാ വേണ്ടത്? ഇതിന്റെ ചന്ദനത്തില്, ഇത് ചന്ദനം രക്തചന്ദനം. ഒറിജിനൽ എത്ര? 1200. എന്താ വില? എന്തായാലും കുറയില്ല. 200-നൊന്നും പോവില്ല. പറയണ വിലയല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താ ഒന്നുമില്ല. കാരണം എന്താന്ന് പറയാം, നമ്മള് ടാക്സ് കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് കൊണ്ടുവരാനായിട്ട്. നമുക്ക് ടാക്സ് എടുക്കാനും പറ്റൂല. അതാണ് വേറെ പ്രശ്നം. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താ പറയുക, ഗുരുവായൂർ വ്യത്യാസമുണ്ട്. ഗുരുവായൂർ മേടിച്ചാൽ എൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് തേർഡ് ക്വാളിറ്റി സാധനം. കാരണം ഗുരുവായൂർ വന്നത് ഫുള്ളും കുന്നുംകുളത്തുനിന്നും മാത്രം അവരെടുക്കും. പുറത്ത് എവിടെയും നിന്ന് എടുക്കില്ല. ഒരു ജില്ലയിൽ നിന്ന് ഒരു സാധനം എടുക്കും. മനസ്സിലായോ? ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഇവിടെ കൂടുതലും വന്നത് VIPസിൻ്റെ ആൾക്കാരാണ്, ജസ്റ്റിസ് അങ്ങനെയുള്ള ആൾക്കാർ. അവർക്ക് ഓരോ സാധനത്തിനും ക്വാളിറ്റി അറിയാം, വില അറിയാം. അതാണ് വ്യത്യാസം. ഇപ്പം ഈ സ്റ്റാച്ചു തന്നെ ഇതിനെക്കാട്ടും വില കുറവാണ് അവിടെ. പക്ഷെ അവിടുത്തെ ഒറ്റക്കാരുള്ളൂ, കളറ് പോകും. നല്ല വ്യത്യാസമുണ്ട്.
നമ്മൾ ഇവിടെ ഗുരുവായൂർ സാധനം ഒന്നും കൊണ്ടില്ല, കാരണം ആൾക്കാർ എടുക്കില്ല. ആൾക്കാർക്ക് തൊട്ട സാധനം അറിയാം. കാരണം എന്താണെന്ന് അറിയാം, ബ്രാസിൽ ക്വാളിറ്റി ഉണ്ട്. 130. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ആകെ ഒറ്റ കടയാണ് അവിടെ സപ്ലയർ ഉള്ളത്. അവർക്ക് വന്നതാകെ ഒറ്റ സ്ഥലത്താണ്. മനസ്സിലായി? ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് അവിടെ വന്ന കസ്റ്റമേഴ്സ് വ്യത്യാസമുണ്ട്, ഇവിടെ വന്ന കസ്റ്റമേഴ്സ് ചോറ്റാനിക്കര വന്ന കസ്റ്റമേഴ്സ് വ്യത്യാസമുണ്ട്. മനസ്സിലായി? ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാർക്ക് ഐറ്റം കിട്ടിയാൽ മതി. മനസ്സിലായി? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് നമുക്കൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത പ്രാവശ്യം അവർക്ക് അത് തന്നെ കിട്ടണം. അവരതേ സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അതാണ് വ്യത്യാസം തന്നെ. ഈ ശിവന്റെ ഫാമിലി എന്താ വില? 3500 ഫാമിലി. ഗണപതി. ഹനുമാന്റെ പഞ്ചരൂപം 2000 പ്രതിമ. എനിക്കെന്തോ അവൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അവനെന്തോ ചെയ്തിരിക്കുന്നു. പൂവ് പറിക്കരുതെന്ന്. പൂവ് പറിക്കുമ്പോൾ ഇവിടെ ഗാർഡൻ ഉണ്ട് കേട്ടോ ഗേസ്. ഇത് നാരങ്ങയാണ്. ഇത് നാരങ്ങയാണ്, ചെറുനാരങ്ങ കേട്ടോ. ഇത് നന്നായി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു ഈ ഗാർഡനും കാര്യം. അപ്പോൾ എൻ്റെ ക്ഷേത്ര ദർശനം ഇതാണ്. ക്ഷേത്രം സൂപ്പർ ക്ഷേത്രമാണ്. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു വിളക്കിൻ്റെ വില കണ്ടോ ഗൈസ്? ഇവിടെ പറ്റിപ്പിൻ്റെ ഉസ്താദാണ്. ജോലി ചെയ്ത് ജീവിക്കത്തില്ല, പറ്റിച്ച് കാശുണ്ടാക്കാം. ബ്ലഡി എന്നേ പറയാൻ പറ്റും. അപ്പോൾ ചീത്ത വിളിക്കുന്ന ഞാൻ ക്ഷേത്ര ദർശനക്കാട്ടി ഞാൻ സിന്ദൂരമൊക്കെ കണ്ട. സിന്ദൂരത്തിൻ്റെ പവർ കണ്ട. നമ്മുടെ അമ്മയുടെ പവർ, പാർവതി അമ്മയുടെ പവർ, മഹേശ്വരിയുടെ പവർ. ഓക്കെ. നെഗറ്റീവായിട്ടും തോന്നിയില്ല. അമ്മ പറഞ്ഞാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. അയ്യോ, അപ്പം അങ്ങനെ കഥ. അപ്പോഴാണ് അവിടെ ഒരു ഡ്രസ്സിങ് സെൻ്റർ വേണം. അതായത് തുണികൾ തൂക്കി വിൽക്കുന്ന ഒരു ഡ്രസ്സിങ് സെൻ്റർ വേണം. അവിടെ അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട്. ഇതാണത്. ഇഷ്ടം പോലെ ഇത് എനിക്ക് തോന്നുന്നത് യൂസ്ഡ് തുണിയാണ് കേട്ടത്. അതായത് ഈ പുറം നാട്ടിൽ നിന്നൊക്കെ വരുന്നില്ലേ ഈ സായിപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന തുണി, അത് അവർ ഡ്രൈ ക്ലീൻ ചെയ്ത് ഇവിടെ വിൽക്കാനിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ.
നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള അവസ്ഥയാണ്. പക്ഷേ 3/4% യൂസ്ഡ് തുണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്ക് നല്ല തുണികളും മിക്സ്ഡ് ഉണ്ട്. അത് നമ്മൾ കേരള തുണിയാണ്, അല്ലാതെ ബാക്കി ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന തുണികളെല്ലാം ഇവിടെ യൂസ്ഡ് തുണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് അത്രയും പൊടിയടിച്ച് ആകപ്പാടെ വല്ലാത്ത മട്ടിൽ കിടക്കും. ഞാൻ കുറേ അധികം 3 നിലയുണ്ട്. ഈ 3 നിലയിലും ഇത് നല്ല പെർഫെക്റ്റായിട്ടുള്ളതായിട്ട് തോന്നും. അപ്പോൾ ഞാനത് ഒരു മിഡിൽ ടോപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒരു പാവാട മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഈ റൂട്ട്സിലല്ലാത്ത നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പൊക്കത്ത് 2ാമത്തെ നിലയിൽ ഞാൻ പോകുന്നത്. ഇതിനെ ഈ ടെക്സ്റ്റൈൽസിനെ പറ്റി യൂട്യൂബർമാരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ആ സമയത്ത് വന്ന് മേടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള തുണികളായിട്ടൊന്നും ഇല്ല, അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതാ കടയിലെ ചെക്കനാണ്, ബില്ലിങ്ങും ഓണറും ആയിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ നോക്കി വന്നുകൊണ്ട് അവൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഞാനിത് മാക്സിമം ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കുവാണ്, തട്ടി നോക്കുവാണ്, എന്തെങ്കിലും നല്ല തുണിയുണ്ടോ എന്ന് നോക്കുവാണ്. കാര്യം എനിക്ക് ഷൂട്ടിനാവശ്യമായിട്ട് തുണികൾ ആവശ്യമുണ്ടല്ലോ, പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോർണിംഗ് വാക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ സൂട്ട് മേടിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. അതിന് പറ്റിയതൊന്നും ഇവിടെ ഇല്ല. എല്ലാം വലിയ ക്ലോത്ത് മോഡലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഗെയിംസ് ഞാൻ അടുത്ത 3ാമത്തെ നിലയിൽ കയറി കാണാൻ സാധനങ്ങൾ, പലചരക്ക് സാധനം കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ എടുത്ത തുണി ടെക്സ്റ്റൈൽസ് കയറിയപ്പോൾ എടുത്ത ഡ്രസ്സാണ്. പാവാട. പിന്നെ ഇത് ഓവർ ഇതിൻ്റെ അടിയിൽ നമുക്ക് ബനിയൻ ഇട്ടിട്ട്, ബ്ലാക്ക് ബനിയൻ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതാണ് കാണിക്കുന്നതാണ്. നൈറ്റ് ഇപ്പോൾ മണി എനിക്ക് ഇഷ്ടപ്പെട്ടു. മണിയായി. ഇതൊരു കോട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടി നമ്മൾ ബ്ലാക്ക് ബനിയൻ ഇട്ട് അടിപൊളിയായിരിക്കും പാവാട. സിമ്പിൾ റേറ്റാണിത്. ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് തിരഞ്ഞ് കിട്ടിയ തുണിയാണിത്. അതൊന്ന് ഇട്ട് നോക്കണം. ലവ് യു ചങ്കുലേ, ഐ എം വെരി ഹാപ്പി.